പാറശാല, പനച്ചമൂട്, പുലിയൂർ ശാല ഭാഗത്തെ നിരവധി വീടുകളിലെ കിണറുകളിൽ പെട്രോൾ സാന്നിധ്യം. സമീപത്തെ പമ്പിൽ നിന്നാണ് ഇന്ധനത്തിന്റെ അംശം ഒഴുകിയെത്തുന്നതെന്നാണ് വിവരം. ഇതോടെ കുടിക്കാനടക്കം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ. പാറശാല വെള്ളറട സംസ്ഥാന പാതയിലെ പനച്ചമൂടിലെ പുലിയൂർ ശാഖയിൽ സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗമായ പ്രദേശത്തെ പമ്പിൽ നിന്നുള്ള ഇന്ധനത്തിന്റെ അംശമാണ് കിണറുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറേ നാളായി പനച്ചമൂട് പുലിയൂർ ശാഖയിലെ പെട്രോളിയം പമ്പിന് എതിർവശത്തുള്ള വീടുകളിലെ കിണറുകളിലെ വെള്ളത്തിൽ ഇന്ധനത്തിന്റെ അംശമുണ്ട്. വെള്ളത്തിൽ ഇന്ധനത്തിന്റെ രൂക്ഷഗന്ധമുണ്ടെന്നും വെള്ളത്തിൽ തീയിട്ടപ്പോൾ ആളിക്കത്തിയെന്നും പ്രദേശവാസികൾ പറഞ്ഞു. അതായത് ഞങ്ങളെ വീടിൻ്റെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പാണ്, HP പെട്രോൾ പമ്പ്. ആ പെട്രോൾ പമ്പിൽ നിന്നാണ് ലീക്ക് ഇങ്ങോട്ട് പെട്രോൾ ലീക്കായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. കുളിക്കാനും കുടിക്കാനും പിന്നെ കുടിക്കാൻ ഒരു വെള്ളം കിട്ടുന്നില്ല. പൈപ്പിലെ വെള്ളമാണെന്ന് വെച്ചാൽ ലൈനുണ്ട്, പക്ഷേ അത് 5-6 ദിവസം കഴിയുമ്പോഴേക്കും വല്ലപ്പോഴും ഒരിക്കലാണ് ആ വെള്ളം തന്നെ വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര രൂക്ഷമാണ്. പിന്നെ ഇതിൻ്റെ നടപടിയെടുക്കണമെന്ന് ഇതിൻ്റെ പഞ്ചായത്തിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും വില്ലേജ് ഓഫീസിലും എല്ലാ ഇതിലും അറിയിച്ചിട്ടുണ്ട്, ഹെൽത്തിലൊക്കെ. അവർ വന്നിട്ട് ഒരു രീതിയിലുള്ള ഇത് നടപടിയും എടുത്തിട്ടില്ല ഇതുവരെ. പുലിയൂർ ശാഖയിലെ സുകുമാരൻ, അബ്ദുൾ റഹ്മാൻ, ഗോപി, ബിനു തുടങ്ങിയവരുടെ വീടുകളിലെ കിണറുകളിലാണ് ഇന്ധനം കലർന്നത്. നാട്ടുകാർ വെള്ളറട പോലീസിനെയും പാറശാല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും വെള്ളറട ഹെൽത്ത് അധികൃതരെയും വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് മടങ്ങി. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പമ്പുടമ ചോർച്ച കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ പമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തമിഴ്നാട് പരിധിയിലായതിനാൽ നടപടിയെടുക്കുന്നതിന് പരിധിയുണ്ടെന്നാണ് അധികൃതരുടെ നിലപാട്. കുടിവെള്ളം മലിനമായ വീടുകളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കിണറ്റിൽ കോരി വെള്ളമാണ്. ഇതിപ്പോൾ പെട്രോൾ ആണോ കുടിവെള്ളമാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആകെ ദുരിതത്തിലാണ്. നമുക്കിപ്പോൾ കുടിവെള്ളം തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഇത് വെള്ളം അണച്ച് തീ കിടത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാത്രമല്ല 3 വയസ്സായ എൻ്റെ മോക്ക് ഇപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ചിട്ട് റാഷസ് വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.